മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ ഫലം പ്രഖ്യാപിച്ചിട്ട് 10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും അവിടെ ഒരു സർക്കാർ രൂപീകരിക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടില്ല. പൊരിഞ്ഞ അടിയാണ് മഹാരാഷ്ട്രയിലെ NDAയിൽ നടക്കുന്നത്. അവിടെ ഷിൻഡേക്ക് കുളിരും പനിയും ശ്വാസമുട്ടലും എന്നിങ്ങനെ എല്ലാ രോഗങ്ങളും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. 2023 കർണാടക അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് 3 ദിവസമായപ്പോഴേക്കും കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കാതിരുന്നപ്പോൾ ഇന്ത്യയിലെ ഗോദി മീഡിയ എല്ലാം കോൺഗ്രസിൽ ഭയങ്കര അടിയാണ്, തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടും ഇതുവരെയും സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ വലിയ വാർത്തയായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിലെ ഫലം വന്നിട്ട് 10 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ ഒരു നീക്കവും ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ ഇന്ത്യയിലെ ഗോദി മീഡിയകൾക്കൊന്നും ഇത് വാർത്തയേയല്ല. അവിടെ ഷിൻഡെയുടെ ശിവസേനയും BJPയും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വലിയ പോരാണ് നടക്കുന്നത്. മൊത്തം 288 സീറ്റുകളുള്ള അവിടെ മൃഗീയ ഭൂരിപക്ഷമായ 234 സീറ്റുകൾ നേടിയാണ് NDA മുന്നണി വിജയിച്ചത്. എന്നിട്ടും സർക്കാർ രൂപീകരിക്കാനോ അതിനുള്ള അവകാശവാദം ഉന്നയിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. മഹാരാഷ്ട്ര അസംബ്ലിയുടെ ടേം നവംബർ 26-ാം തീയതി അവസാനിച്ചതാണ്. നിലവിൽ അവിടെ ഒരു ഗവൺമെന്റ് ഇല്ലാത്തപ്പോൾ ഭരണഘടന അനുസരിച്ച് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടതാണ്. എന്നാൽ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയുന്നത് പോലെ മോദിക്കും കൂട്ടർക്കും എന്ത് ഭരണഘടന. അതുപോലെ തന്നെയാണ് മോദിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ കാര്യവും. ഇന്ത്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരു സംസ്ഥാനത്ത് ഭരണം നിലവിലില്ലാത്ത അവസ്ഥ. ഡൽഹിയിൽ ആദ്യം മഹാരാഷ്ട്ര NDAയുടെ ഒരു യോഗം വിളിച്ചിരുന്നു. അതിൽ മുഖ്യമന്ത്രി സ്ഥാനം ബീഹാറിലെ പോലെ തനിക്ക് വേണമെന്ന് ഏക്നാഥ് ഷിൻഡെ ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ BJP തയ്യാറല്ല. ദേവേന്ദ്ര ഫട്നാവിസിനെ അവിടെ മുഖ്യമന്ത്രിയാക്കാനാണ് BJPയുടെ തീരുമാനം. എന്നാൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഷിൻഡെ ഒരുക്കമല്ല. തന്റെ വാക്കുകൾക്ക് ആരും ചെവി കൊടുക്കുന്നില്ലാത്തതിനാൽ ഷിൻഡെ തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തിന് 104 ഡിഗ്രി പനിയാണെന്നാണ് കേട്ടത്. പിന്നീട് ശനിയാഴ്ച NDAയുടെ ഒരു യോഗം വിളിച്ചിരുന്നെങ്കിലും ഷിൻഡെ പങ്കെടുക്കാൻ കൂട്ടാക്കാത്തതിനാൽ അത് ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. വീണ്ടും തിങ്കളാഴ്ച ഒരു യോഗം കൂടി വിളിക്കുകയും അതും ക്യാൻസൽ ആക്കുകയും ചെയ്തു. ലേറ്റസ്റ്റ് ആയി കേൾക്കുന്നത് ഷിൻഡെയുടെ ആരോഗ്യനില അതീവ വഷളാവുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ്. 4 ഡോക്ടർമാരുടെ ടീമാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു എന്നും അറിവായിട്ടുണ്ട്. എന്നാൽ ഇതിനിടയ്ക്കും 5-ാം തീയതി വ്യാഴാഴ്ച സത്യപ്രതിജ്ഞാ തീയതി BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കാനുള്ള തീയതി പ്രഖ്യാപിച്ചുവെങ്കിലും ആരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മകനെ ഉപമുഖ്യമന്ത്രിയാക്കുകയും ധനകാര്യം, ആഭ്യന്തരം, സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ തങ്ങളുടെ പാർട്ടിക്ക് നൽകണമെന്നും അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഷിൻഡെ. എന്നാൽ ഇതിനും BJP തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ താൻ ഗവൺമെന്റിൽ പങ്കാളിയാകുകയില്ലെന്നും BJPയുടെയും NCPയുടെയും നേതൃത്വത്തിലുള്ള സർക്കാരിന് പുറമേ നിന്ന് പിന്തുണ മാത്രമേ നൽകുകയുള്ളൂ എന്നുമാണ് ഷിൻഡെയുടെ നിലപാട്. BJPക്ക് തനിച്ച് 132 സീറ്റുകൾ ഉള്ള അവിടെ ഷിൻഡെയുടെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാൻ അവർ തയ്യാറല്ല. മഹാരാഷ്ട്രയിൽ ഷിൻഡെയ്ക്കെതിരെ ഒരു വികാരവുമില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ ഒക്കെ പറഞ്ഞത്. അതിനാൽ തന്നെ താൻ കാരണമാണ് NDAക്ക് വലിയ വിജയമുണ്ടായത് എന്നും മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് തന്നെ വേണം എന്നും ഉറച്ച നിലപാടിലാണ് ഷിൻഡെ. എന്നാൽ BJPയുടെ രാഷ്ട്രീയ അഗ്നിവീർ ആകാനാണ് ഷിൻഡെയുടെ യോഗം എന്ന് ഉറപ്പാണ്. ശിവസേന പിളർത്തി BJPയുടെ കൂട്ടത്തിൽ കൂടിയ ഷിൻഡെയ്ക്ക് തന്റെ വലിയ തെറ്റ് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. എന്നാൽ നിവൃത്തികേടിന്റെ അവസ്ഥയിലാണ് അദ്ദേഹം. BJP പറഞ്ഞ സത്യപ്രതിജ്ഞാ ദിവസത്തിന് ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതുവരെയും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗോദി മീഡിയകൾക്കൊന്നും ഇതൊന്നും ഒരു വാർത്തയേ അല്ല. അദാനിയുടെ NDTV ജാർഖണ്ഡിൽ ഇതുവരെ ക്യാബിനറ്റ് വികസിപ്പിക്കാത്തതിനെ കുറിച്ചാണ് ആകുലരായിരിക്കുന്നത്. അവരുടെ ഈ വാർത്ത കണ്ടോ? ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 5 ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ജാർഖണ്ഡിൽ ക്യാബിനറ്റ് വികസിപ്പിക്കാത്തത് എന്ന്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിലെ മോദിയുടെ കളികളിൽ അവർക്ക് ആശങ്കകളില്ല, ചോദ്യവുമില്ല. ഇപ്പോഴും ഈ ഗോദി മീഡിയകൾ കാണുന്ന ഇന്ത്യക്കാരെ സമ്മതിച്ചേ മതിയാവൂ. ഏതായാലും ഒരു തവണ മുഖ്യമന്ത്രിയായി അഗ്നിവീറായി അവസാനിക്കാനാണ് ഷിൻഡെയുടെ യോഗം.